ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ സാറിനെ സ്വാഗതം ചെയ്തു. അതോടൊപ്പം മുൻ നിയമസഭാ സ്പീക്കർ എം വിജയകുമാർ, ഷെയ്ഖ് പി ഹാരിസ്, കെ സോമപ്രസാദ്, നിർമ്മാതാക്കളായ രാജേഷ് നായർ, ശ്രേയസ് നിധി, ധ്യാൻ ശ്രീനിവാസ്, ഇന്ദ്രൻസ്, സാന്നിധ്യത്തിലൂടെ വേദിയിലേക്ക് അടുത്തതായി രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ സാറിനെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വളരെ ബഹുമാനരായ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കാഞ്ചിമാല എന്ന ഈ ചലച്ചിത്രം വളരെ വലിയ വിജയമാകണമെന്ന് ആശംസിക്കാനാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ ശ്രേയാനിധി ക്രിയേഷൻസിൻ്റെ ബാനറിൽ സജീവ് പ്രഭാകരനാണ് ഇത് ചെയ്യുന്നത്. അദ്ദേഹം നേരത്തെയും സിനിമ പിക്ചറിൽ ചെയ്ത പരിചയമുണ്ട്. നേരത്തെ ഇവിടെ 50ാം ദിനം ആഘോഷിച്ചതിൻ്റെ കാര്യം പറഞ്ഞു. ശ്രീ ധ്യാൻ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള വലിയ ടീമാണ്. ശ്രീ ഇന്ദ്രൻസ് എല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലെ അവരെ പോലെ എല്ലാവരും ഉള്ള ഈ സിനിമ കരുനാഗപ്പള്ളിയിലെ പൊതുപ്രവർത്തനത്തിന് പരിചയം കൂടിയുണ്ട് ശ്രീ രജിക്ക്. അപ്പോൾ ആ ഒരു പൊതുപ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം എല്ലാം അടുത്തതായി സ്ക്രിപ്റ്റ് കൈമാറ്റമാണ്. സ്ക്രിപ്റ്റ് കൈമാറുന്നതിനായി പ്രിയപ്പെട്ട നിർമ്മാതാക്കളായ പ്രൊഡ്യൂസർ ഡയറക്ടർക്ക് കൈമാറുന്ന ചടങ്ങാണ്. ഞാൻ ഹോളിൽ നിന്ന് ഇറക്കിയില്ലേ? മാന്ത്രിക കയ്യാണ്. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ചൊന്നുമില്ല, രഞ്ജിയേട്ടനായിട്ടൊരു കുറച്ച് വർഷത്തെ പരിചയമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ് ഈ സിനിമ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ സിനിമയുടെ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പുള്ളിയൊരു പൊതുപ്രവർത്തനം കൂടിയാണ്. അതുകൊണ്ട് രഞ്ജിയേട്ടനോട് ഞാൻ പറഞ്ഞു, സഞ്ജയുടെ സമയം, സിനിമ വലിയ സംഭവമൊന്നുമല്ല, നിങ്ങളുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം സിനിമ ചെയ്യാം. അങ്ങനെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് രഞ്ജിയേട്ടൻ്റെ സിനിമ സംഭവിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. അപ്പോൾ ഒരുപാട് പേരുടെ കൃത്യസേട്ടൻ, സുധീരേട്ടൻ, അങ്ങനെ എല്ലാവരും ഉള്ളൊരു വലിയ സിനിമയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം വന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് സാധാരണ ഒരു സിനിമയുടെ പൂജയും ആഘോഷങ്ങളുമെല്ലാം തിരുവനന്തപുരത്ത് വളരെ കുറവാണ്. അത്തരത്തിൽ തിരുവനന്തപുരത്ത് ഒരു പൂജ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. അപ്പോൾ പനിയൊക്കെ ആണെങ്കിൽ പോലും ഞാൻ പൂജ എന്ന് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞപ്പോൾ ഓടിയെത്തുകയായിരുന്നു. കാഞ്ചിമല എന്ന സിനിമ ശ്രീ റിജി എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം പല പരിപാടിക്കും എന്നെ വിളിക്കാറുണ്ട്, ഞാൻ പോകാറുമുണ്ട്. സിനിമ കലാപരമായ പ്രവർത്തനം മാത്രമല്ല, രാഷ്ട്രീയപരമായ പ്രവർത്തനവും വളരെയധികം സജീവമാണ് ശ്രീ റിജി. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പടമാണ് കാഞ്ചിമല. എല്ലാവിധ വിജയവും ഉണ്ടാകട്ടെ. ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെയാണ് ഒരു സിനിമയുടെ പൂജ എന്ന് പറയുന്നത്. ഇവിടെ നമ്മോട്ട് എല്ലാവരും ശുഭപ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. എല്ലാവിധ വിജയവും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, കൂട്ടുകാർ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചടങ്ങ് പങ്കെടുക്കാൻ
കൂടി എല്ലാവരോടും പ്രത്യേകം റജി പറയുന്ന പോലെ തന്നെ ഞാൻ നന്ദി പറയുന്നു. റജിയുടെ സിനിമ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്തിരുന്നവരാണ്. റജിയുടെ ഈ കാഞ്ചിമാലിക്കും മുൻപ് ഉണ്ടായിരുന്ന സിനിമയെക്കാളും വിജയം ആഘോഷിക്കാനാവട്ടെ, വീണ്ടും നമുക്ക് സിനിമയുടെ വിജയം ആഘോഷിക്കാൻ ഇതുപോലൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കാഞ്ചിമാലിക്ക് എല്ലാ വിജയവും നേരുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇതിൻ്റെ ഒരു ടൈറ്റിൽ പേര് കാഞ്ചിമാല ഭയങ്കര രസകരമായ ഒരു പേരാണ്. ഇന്നത്തെ കാലത്ത് സിനിമകൾക്ക് പേര് കണ്ടുപിടിക്കാനാണ് ഏറ്റവും പാടുള്ളത്. പക്ഷെ മനസ്സിൽ സ്പർശിക്കുന്ന ചിലതൊക്കെ നമുക്ക് പേര് കേട്ടാൽ പോലും അർത്ഥം മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാക്കാത്ത ഒരു കാലഘട്ടമാണ്. പക്ഷെ ഇതിൽ വളരെ സിമ്പിളും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പേര് കാഞ്ചിമാല. ഇതിനെക്കാട്ടും ഏറ്റവും വളരെ അതിശയകരമായ ഒരു കാര്യം ഇതിൻ്റെ ഒരു ക്രൂ ടീമാണ്. ശിവചേട്ടൻ, പ്രദീപ്, ക്യാമറാമാൻ പ്രദീപ് എന്ന് പറയുന്ന അസാധ്യമായ എന്താ പറയുക മാജിക് സൃഷ്ടിക്കുന്ന ഒരു ക്യാമറാമാനാണ്. അതിന് റീചേട്ടനോട് ഏറ്റവും വലിയൊരു സന്തോഷമാണ് പറയുന്നത്. കാരണം പ്രദീപും ശിവചേട്ടനും ഉണ്ടെങ്കിൽ റീചേട്ടൻ ഇനി തിരിഞ്ഞു നോക്കണ്ട. ഈ സിനിമയുടെ 50ാം ദിവസത്തെ ആഘോഷിക്കാൻ ഇതേ വേദിയിൽ എനിക്ക് ഭാഗ്യം കിട്ടട്ടെ. ഇതിൻ്റെ എല്ലാ ക്രൂ ടീമുകൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സംസ്കരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. റിച്ചേട്ടന് ഒരുപാട് വർഷമായിട്ടുള്ള പരിചയമാണ്. മുത്തശ്ശനും വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു റിച്ചേട്ടൻ. റിച്ചേട്ടൻ്റെ രണ്ടാമത്തെ സിനിമയായ കാഞ്ചിമാല ഒരു വലിയ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. റിച്ചേട്ടനും ഇതിൻ്റെ നിർമ്മാതാക്കൾക്കും പിന്നീട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, ഇന്ദ്രൻ സേട്ടൻ, ഞാൻ, സുധീർ കരമചന്ദ്രൻ, എല്ലാ താരങ്ങൾക്കും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. കാഞ്ചിമലയുടെ പൂജയ്ക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും, കലാകാർക്കും, കലാ ആസ്വാദകർക്കും, കാഞ്ചിമാലയിലെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ സ്നേഹവന്ദനം. കാഞ്ചിമാല ഇവിടെ പറഞ്ഞതുപോലെ എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു ടൈറ്റിലാണ് കാഞ്ചിമാല. ഈ പേര് കണ്ടുപിടിച്ച ആളിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദനങ്ങൾ പറയും. കാരണം മറ്റേത് പടത്തിൻ്റെ ടൈറ്റിലിനെക്കാട്ടിലും മനസ്സിനെ ഇഷ്ടപ്പെടുന്ന ഇവിടെ ഒരാൾ സംസാരിച്ചു. ഞാനിവിടെ നേരത്തെ അത് കേൾക്കുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞു, ഈ ടൈറ്റിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുപോലെ റജി സാറ് 2 വർഷം കൊണ്ട് എന്നെ ഹരിനാരായണൻ തന്ന നമ്പരാണ്. സാർ ഇവിടെ കരുനാഗപ്പള്ളി ഒരു സിനിമ തുടങ്ങുന്നു പറഞ്ഞു. എൻ്റെ അയൽപ്പക്കത്താണല്ലോ, ഒരു കലാകാരി എന്ന നിലയ്ക്ക് സാറിനെ ഞാൻ അന്ന് മുതൽ വിളിക്കാറുണ്ട്. സാർ എന്നെ പിന്നെ ഇവിടെ പൂജയ്ക്ക് വന്നെത്തണമെന്ന് പറഞ്ഞു. ഇവിടെ വന്നെത്തിയപ്പോൾ എത്ര പ്രഗത്ഭരായ വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏവരുടെയും മുൻപിൽ നിൽക്കാനും ഈ പൂജയുടെ ഒരു ഭാഗമാകാനും കഴിഞ്ഞത് അങ്ങേയറ്റം സന്തോഷകരമാണ്. കാഞ്ചിമാല വൻ വിജയമാകട്ടെ. കുറേ കലാകാരുടെ കഠിനാധ്വാനത്തിന് പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഐശ്വര്യമായിട്ട് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹാദരങ്ങളോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം കുടശനാട് കനകം. നമസ്കാരം. വിജയിൻ്റെ വർഷങ്ങളായിട്ടുള്ള ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പ്രോജക്റ്റ്, അതിന് എല്ലാ ആശംസകളും നേരുന്നു. വൻ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുള്ള ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, കാഞ്ചിമാലയുടെ ഒരു ഭാഗമാകാൻ പറ്റുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതിലുപരി റഫീഖ് ഭായിയുമായിട്ട് ചേർന്നിട്ട് കുറച്ച് പാട്ടുകൾ വീണ്ടും ഉണ്ടാക്കാനുള്ള ഒരവസരം. എനിക്ക് തോന്നുന്നത് കുറച്ച് റജി ഭായി നേരത്തെ ഒരു 2 വർഷം മുന്നേ വന്നിട്ട് കുറച്ച് അഡ്വാൻസ് പൈസയൊക്കെ തന്നിട്ട് പോയതാണ്. എന്തായാലും ഞാൻ വിചാരിച്ചത് നടക്കില്ലേ എന്ന് വിചാരിച്ച ചെറിയൊരു വിഷമം എനിക്കുണ്ട്, എപ്പോഴും ഉണ്ടായിരുന്നു. റഫീഖാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ റഫീഖായിട്ട് ചോദിക്കുക, എന്താണ് ഈ പടം ചെയ്യേണ്ടതെന്നുള്ളത്. അല്ല, അതുണ്ട്, ഉടനെ ഉണ്ട്. എന്തായാലും ഇന്ന് ഇതിൻ്റെ ഒരു മുഹൂർത്തം ആണ്.
എല്ലാവിധ ആശംസകളും ഞാൻ നേരാണ്. പിന്നെ ഗംഭീരമാവട്ടെ ഈ പടം എന്ന് ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും ആശംസകളും ചെയ്തതുപോലെ ഞാനും പറയുന്നു. പിന്നെ അതുമാത്രമല്ല, എൻ്റെ നാട്ടുകാരനും പിന്നെ ഷീനേട്ടൻ്റെ മോനുമായിട്ടുള്ള ധ്യാൻ ഇതിൽ ഒരു മുഖ്യ കഥാപാത്രം ചെയ്യുന്നതിൽ, ധ്യാനിൻ്റെ സിനിമയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നതിൽ ഒരു ഭാഗ്യം. ധ്യാനില്ല അവിടെ. ധ്യാൻ ചെറുപ്പത്തിൽ രണ്ടുപേരും വീട്ടിൽ കയറി ഇറങ്ങിയ കാലം ഓർമ്മയുണ്ടല്ലോ നിനക്ക്. ഡോണ്ട് ഫർഗെറ്റ് ഇറ്റ്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. നന്ദി, എല്ലാവർക്കും നന്ദി, നമസ്കാരം. റീഷേറിനെ എനിക്ക് പരിചയം രാജസേന സർ ത്രൂ ആണ്. ഇതിന് മുമ്പ് ഒരു സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. ആ പ്രൊജക്റ്റും ഉണ്ടേ ഉണ്ടാവും. എന്താണെങ്കിലും ഈ കാഞ്ചിമാലയുടെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ. താങ്ക് യു.